ഇന്ന് കേക്ക് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടി 3 മുട്ടയുടെ വെള്ള മാറ്റി വെച്ചിട്ടുണ്ട് സെപ്പറേറ്റ്, മഞ്ഞൾ സെപ്പറേറ്റ് മാറ്റി എടുത്തേക്കുക. ഇനി ഇത് നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. മുട്ടയുടെ വെള്ള അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. 3 മുട്ടയ്ക്ക് 3/4 കപ്പ് പഞ്ചസാര നമുക്ക് മിക്സിയിലിട്ട് പൗഡറാക്കി പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ച പഞ്ചസാര മുട്ടയുടെ വെള്ളയിലേക്ക് അടിച്ചു വെച്ചേക്കുന്നതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്നുകൂടെ അടിച്ചെടുക്കാം. പഞ്ചസാര എടുത്ത് അതേ കപ്പിലേക്ക് 1 കപ്പ് മാവെടുത്ത് അതൊന്ന് നമുക്ക് അരിപ്പയിലിട്ട് 4 സ്പൂണിൻ്റെ പകുതി സോഡാ പൗഡറും 1/4 സ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് പൗഡറും നമുക്ക് ഈ മൈദയിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് നല്ലവണ്ണം അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മുട്ടയുടെ മഞ്ഞൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കാം. വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. 1/4 സ്പൂൺ വാനില എസൻസ്. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 വലിയ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടർ ആണെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 പിഞ്ച് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. സ്ട്രോബെറി കേക്ക് ചെയ്യുന്ന കൊണ്ട് 1 ടേബിൾ സ്പൂൺ സ്ട്രോബെറി ക്രഷ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് എടുത്തിട്ട് വരാം. ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് അടുപ്പിൽ വെച്ചിട്ടാണ് ഇത് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി 1 ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഡയറക്റ്റ് വയ്ക്കാതിരിക്കാൻ വേണ്ടി ഒരു റിങ് ഇറക്കി വെച്ച് അതൊന്ന് ക്ലോസ് ചെയ്ത് നമുക്ക് ഒന്ന് ഓവൻ സെറ്റപ്പിലൊന്ന് ചൂടാക്കാൻ വയ്ക്കാം. ചട്ടി ചൂടായതിന് ശേഷം മാവ് നമുക്ക് ബാറ്റർ അതിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടപ്പ് വെച്ച് അടച്ച് വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യുന്നത് നമുക്ക് ഒരു 35-40 മിനിറ്റ്സിനുള്ളിൽ ഇത് ബേക്കായി കിട്ടും. നമുക്ക് ബേക്കായി വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടാകും. ആ സ്മെല്ല് വരുന്ന സമയത്ത് കേക്ക് വെന്ത് വന്ന ആ സ്മെല്ലുണ്ടാകും. അപ്പം കേക്ക് റെഡി ആയിട്ടുണ്ടാകും. 35 മിനിറ്റ്സിൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കേക്ക് കണ്ടല്ലോ, നല്ല അടിപൊളി സ്ട്രോബെറി കേക്കാണ് റെഡി ആയിട്ടുള്ളത്. സ്ട്രോബെറിയുടെ ടേസ്റ്റാണ്. ഒന്ന് തണുപ്പിക്കാൻ വയ്ക്കാം. ആ സമയത്ത് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നമുക്ക് പരുവെന്ന് പറയുന്നത് ഇതേപോലെ ഇരിക്കും. നമുക്ക് അതെടുത്ത് നോക്കുമ്പോൾ അത് താഴോട്ടൊന്നും വീഴത്തില്ല. അത് അതിൽ തന്നെ പറ്റിയിരിക്കും. കേക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ക്രീം ഒന്ന് മാറ്റി വയ്ക്കാം. അതിലേക്ക് 2 സ്പൂണ് സ്ട്രോബെറി ക്രഷ് ഇട്ട് കൊടുത്ത് അതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഒരു കളർഫുള്ളായിട്ട് ഒരു റോസ് കളറായിട്ട് വന്നിട്ടുണ്ട്. കേക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി കേക്ക് 3 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കുക. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളത്തിൽ 5 സ്പൂൺ ഷുഗർ ഇട്ട് അത് ചൂടാക്കി നല്ലോണം തിളപ്പിച്ച് പാനിയാക്കിയത് അത് കേക്കിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ വേണം ക്രീം നമുക്ക് പൈപ്പിംഗ് ബാഗിൽ ഇട്ട് കൊടുക്കാൻ. ഇട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത് അങ്ങനെ കൊടുത്തു. കേക്ക് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലാണെങ്കിൽ പിങ്ക് കളറിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സ്ട്രോബെറി ക്രഷ് വെച്ച് മുകളിൽ ഒരു ഡിസൈൻ കൊടുത്ത് അങ്ങനെ കേക്ക് അടിപൊളി സ്ട്രോബെറി കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതേപോലെ ചെയ്ത് നോക്കണേ.